ശിഷ്യന്മാരുടെ കൂടെ ഒരു യാത്രയിലാണ് മഹാഗുരു ഇബ്നു സീന. ആ സമയത്താണ് വഴിവക്കിൽ ഒരു സൂഫി ഗുരു ആളുകളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള പ്രതിപാദ്യ വിഷയം, നമ്മൾ ഖാലിഖായ സൃഷ്ടാവായ റബ്ബിനെ മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലാഹ് എന്ന് വിളിക്കുന്നത്, അതിങ്ങനെ ആവർത്തിച്ച് അല്ലാഹ് എന്ന ഇസ്മ പേര് മനസ്സറിഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ കിട്ടുന്ന ആത്മീയ അനുഭൂതിയുണ്ട്, ഒരു ആനന്ദമുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ഇബ്നു സീന കുറച്ച് അഹങ്കാരഭാവത്തിൽ തന്നെ സൂഫി ഗുരുവിനോട് ചോദിച്ചു, അല്ല, എന്തിനാണിങ്ങനെ അള്ളാഹുവിൻ്റെ പേര് പറയുന്നത്? അള്ളാഹു നമ്മളെ പടച്ചു, അള്ളാഹു ഈ ലോകത്തെ പടച്ചു. ഇതൊക്കെ മനസ്സിലാക്കി അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ പോരെ. പിന്നെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? ഇബ്നു സീനയുടെ ചോദ്യം കഴിഞ്ഞതും വളരെ ദേഷ്യത്തോടുകൂടെ സൂഫി ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, പോടാ കഴുതേ, എൻ്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോടാ. തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ വെച്ചാണ്, പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് തന്നെ അവഹേളിച്ചിരിക്കുന്നത്. ഇബ്നു സീന മുഖമാകെ വേർത്ത് തളർന്ന് ശരീരമൊക്കെ ഒരു ബലവുമില്ലാത്തതുപോലെ അനുഭവപ്പെട്ടപ്പോൾ അവിടെ ഇരുന്നു. സുസ്മേരവദനായി പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗുരു അടുത്തു വന്ന് ഇബ്നു സീനയുടെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, ഇബ്നു സീന, ഞാൻ നിങ്ങളോട് കഴുത എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തിനാണ് ഇത്ര വിഷമം? ഞാനൊരു ജീവിയുടെ പേരല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളെ തൊട്ടോ അടിച്ചോ ഇടിച്ചോ ഉപദ്രവിച്ചോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത, നമ്മൾ മോശമായി കാണുന്ന ഒരു ജീവിയുടെ പേര് നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് കാതും കയ്യും കാലും നാക്കും മൂക്കും എല്ലാ അവയവങ്ങളും തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന നിങ്ങളുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിൻ്റെ പേര് കേൾക്കുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ ആനന്ദിക്കാതിരിക്കും? എങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം വരാതിരിക്കും? നിങ്ങൾ വെറുക്കുന്ന ഒരു ജീവിയുടെ പേര് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്ന ഒരു സൃഷ്ടാവിൻ്റെ പേര് കേൾക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടിയായി സന്തോഷം വരികയില്ലേ? അള്ളാഹുവിൻ്റെ പേര് ഉരുവിടുക എന്ന് പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന നമ്മുടെ സ്നേഹഭാജനത്തെ ആവർത്തിച്ച് മദ്ഹ് പറഞ്ഞ്, മദ്ഹ് പാടി, മദ്ഹ് കേട്ട് മനസ്സിനെ ഉന്മാദം കൊള്ളിക്കുക എന്നത് തീർച്ചയായും ഒരു വിശ്വാസി എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ്.